അറിയില്ല, ഭയങ്കര സത്യത്തിൽ ഈ ശ്വാസം ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഇടി കൊണ്ടതിൻ്റെ ഒരു വേദനയുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കൂടുതൽ നമ്മുടെ ചങ്ങാതിയൊക്കെ തന്ന ഈ ചങ്ങാതി ഇത്തിരി പച്ചമരുന്ന് തന്നു വിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ ചീര എന്താന്ന് മുരിങ്ങയല്ല തന്നു വിട്ട് അതിനകത്ത് എന്തോ ചെയ്യുക. എൻ്റെ പെണ്ണുമ്പിള്ള എടുത്ത് തോരൻ വെച്ചത് അറിഞ്ഞില്ല. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ തോരൻ ഇക്ക കൊണ്ടുവന്നെയാണ്. സുബ്ഹാനല്ലാഹ്. കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അതറിഞ്ഞില്ല കേട്ടാ, സാധു കേട്ടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഭർത്താവിന് വഞ്ചിച്ചു പോയല്ലോ, എന്റെ ഭർത്താവിനോട് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. മനസ്സിന്റെ ഉള്ളിൽ വേദനകളുമായി കഴിയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു പോയെങ്കിൽ നീ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങ്. ഒരു ചരിത്രം പറയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ പാപം ചെയ്തു നബിയേ, ഞാൻ തെറ്റുകാരനായി പോയി നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് തെറ്റ് ചെയ്തു പോയെന്നൊരു പെണ്ണ് പറയുമ്പോ, വ്യഭിചരിച്ചു പോയെന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അള്ളാഹുവേ, അവസാനം അവിടെ നിന്ന് ഇസ്ലാമിൽ വ്യഭിചരിച്ച പെണ്ണിനെ എന്തു ചെയ്യണമെന്ന ശിക്ഷ? എറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നു. അവിടെ നിന്ന് പടച്ചവനെ എല്ലാം തുറന്നു പറയുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലുകയാണ്. അവസാനം മയ്യത്ത് കബറടക്കാ സമയമായപ്പോ മയ്യത്ത് വേണ്ടി അവിടെ നിന്ന് മരിച്ചുപോയ എറിഞ്ഞു കൊന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജനാസ പൊതിഞ്ഞിട്ട് മയ്യത്ത് നമസ്കാരത്തിനെടുത്തു വെക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കുകയാണ്. ആ വിചരിച്ച പെണ്ണ്, എറിഞ്ഞു കൊന്ന പെണ്ണ്, ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ റസൂലുള്ളാഹി തങ്ങളെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുത്തുനബിയുടെ ചുമലിലേക്ക് കൈവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പെണ്ണിന്റെ മയ്യത്തങ്ങ് നമസ്കരിക്കാൻ പോകുകയാണോ നബിയേ? ഈ വ്യഭിചാരത്തിൽ എറിഞ്ഞു കൊന്ന പെണ്ണ്, ഈ പെണ്ണിനെ എറിഞ്ഞു കൊന്നതാണല്ലോ, ഇവളുടെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പോവുകയാണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, ഈ പെണ്ണാരെന്നറിയുവോ? ഈ പെണ്ണിന്റെ തൗബ എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുകയാ, ഈ നാട്ടിലെ സർവ്വ ആൾക്കാർക്കും ഈ പെണ്ണിന്റെ തൗബയെങ്ങാണം വിഹിതം വെച്ച് കൊടുത്താൽ അല്ലാഹുവേ, സർവരുടെയും പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെ ഒരു തൗബയായിരുന്നു, അങ്ങനെ ഒരു തൗബയായിരുന്നു പടച്ചവരെ, അങ്ങനായിരുന്നു മുത്തുനബിയുടെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ. അങ്ങനാണല്ലോ ചില പേരുടെ തൗബ എങ്ങനാണ്, എത്ര പറഞ്ഞാലും അവരുടെ തൗബ ആത്മാർത്ഥമാണ്. നമ്മളെ പോലെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന തൗബയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞാണ് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വരാൻ. ആ പെണ്ണ് പോയി പടച്ചവരെ 9.5 മാസം കഴിഞ്ഞു, അവിടെ നിന്ന് പ്രസവിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്ത് വന്നു. നബിയെ, ഞാൻ പ്രസവിച്ചു, ഇനി എന്നെ എറിഞ്ഞു കൊല്ല് നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, നീ പോയാ പാല് കൊടുക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിന് നീ പാല് കൊടുക്ക്. പെണ്ണ് ഗർഭിണിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാ, എനിക്ക് ശിക്ഷതാ. പ്രവാചകൻ പറഞ്ഞു, നീ പോ, പ്രസവിച്ചിട്ട് വാ, മനസ്സ് മാറിയാലോ. എറിഞ്ഞു കൊല്ലാനല്ല നോക്കിയത്,
ആ പെണ്ണ് തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ പോ. 9.5 മാസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞിനെയും കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ചിട്ട് പറയാ, പ്രസവിച്ച് നബിയെ എനിക്കുള്ള ശിക്ഷത. റസൂലുള്ളാഹി പറഞ്ഞു, നീ പോയി പാല് കൊടുക്കു കുഞ്ഞിന്. അങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴെങ്കിലും മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞിട്ടെ. ആ പെണ്ണ് പോയിട്ട് തന്റെ കുഞ്ഞു പാല് കുടിക്കും. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ പാലുകുടിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു, നബിയെ എൻ്റെ മോൻ പാലല്ലാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എനിക്ക് ശിക്ഷതാ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്തെന്നറിയോ? നബിയെ, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ല ഒരാളെ ശിക്ഷിക്കോ? ഇല്ല, അല്ല നീതിമാനാ. അപ്പൊ ഇവിടെ വെച്ച് ഇതാണെങ്കിൽ എറിഞ്ഞങ്ങ് മരിക്കുന്നതോടുകൂടി എന്റെ കാര്യം തീർന്നു. പക്ഷെ അള്ളാടെ മുന്നിൽ പോകുമ്പോൾ എനിക്ക് രക്ഷപ്പെടാമല്ലോ. പക്ഷേ അവിടെ പോയാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പോകുമ്പോഴാ ഉമർ തങ്ങൾ തടന്നിട്ട് ചോദിക്കാൻ, നബിയെ വ്യഭിചരിച്ച് എറിഞ്ഞു കൊന്ന പെണ്ണിന്റെ മയ്യത്താണോ നിസ്കരിക്കണേ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ പെണ്ണിന്റെ തൗബയെടുത്തിട്ട് വിഹിതം വെച്ചു കൊടുത്താൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പാവം അല്ലാഹു പുറത്തു കൊടുക്കും. അത്രയും വലിയ തൗബയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളും മനുഷ്യരാ, അതുപോലെ നമ്മുടെ ഭാര്യയും. നമ്മ ആർക്കെല്ലാം നമ്മൾ മെസ്സേജ് എഴുതുന്നു, മലക്കുകളാ. പണ്ടാരോ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആരാപ്പോ ഉള്ളേ? ഞാൻ എത്ര പേർക്ക് മെസ്സേജ് എഴുതുന്നു, ആരെല്ലാം ഞാൻ വിളിക്കുന്നു, എത്ര പേരോട് ഞാൻ സംസാരിക്കുന്നു നല്ലതും മോശവുമായി. പക്ഷെ അത് നമ്മുടെ ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ പൊറുക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കണം, തെറ്റുകൾ തിരുത്തി കൊടുക്കണം. എന്നിട്ടും പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, ജീവിതത്തിൽ പിഴവുകൾ സംഭവിച്ചു പോയവർ, എത്രയോ സഹോദരിമാർ. ഈ അടുത്ത് ഉണ്ടായൊരു സംഭവം, ഒരു പെണ്ണ് തൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മ പറ്റിപ്പോയി. പാപം മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയാത്തത് കാരണം ഭർത്താവിനോട് തുറന്നു പറഞ്ഞു. ആ പഹയെ അതിനെ ഒഴിവാക്കി കളഞ്ഞു. ആരെയാ അപ്പൊ കുറ്റം പറയണേ? ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്തിനാ ഇത് പറഞ്ഞെന്ന്. കൊണ്ടു നടക്കാൻ വയ്യ ഉസ്താദേ, എൻ്റെ ഭർത്താവിനെ ചതിച്ചിട്ട് ആ മനുഷ്യന്റെ കൂടെ ഞാൻ എങ്ങനെ മരിച്ചു ജീവിക്കും? എന്നാൽ അവൻ മനസ്സിലാക്കണില്ലല്ലോ, അല്ലാ ഇത്രയും നല്ലൊരു പെണ്ണിനെയാണല്ലോ അല്ല എനിക്ക് തന്നത്, അതിനെ ഉപേക്ഷിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതന്നെ. ഈ ചില ആണുങ്ങളുണ്ടിപ്പാ ഒളിച്ചോടിപ്പോയി, മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവസാനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ അവൻ പറയാ, എനിക്ക് കുഴപ്പമില്ല, നീ വാ, ഞാൻ പുറത്തു തരാം, വാ എന്ന് വിളിക്കണം. എത്രയാണുങ്ങൾ. ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണാണെങ്കിലും അവളോട് വിളിക്കാൻ നല്ല മനസ്സോടെ, കുഴപ്പമില്ല, നിനക്ക് അബദ്ധം പറ്റിപ്പോയതല്ലേ, നീ തിരിച്ചു വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന എത്രയോ നല്ല ആണുങ്ങളുണ്ട്. അയ്യൂബ് നബിയുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ, ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഭർത്താവിൻ്റെ സമ്പത്തും സ്വന്തം ശരീരം ഭർത്താവിന് അവകാശപ്പെട്ടതാണ്, അത് സൂക്ഷിക്കുന്ന ഭാര്യ. അങ്ങനെ ഒരു പെണ്ണാണ് നിന്റെ വീട്ടിലുള്ളതെങ്കിൽ നീ പേടിക്കണ്ട, അവൾ സാലിഹത്തായ ഇണയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണിന്റെ 4ാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഇആനത്തി സൗജി അലാ ഉമൂരി ദീനി. ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടുന്നവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. ഇതുപോലെ ഒരു പെണ്ണിനെ കിട്ടുന്നവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ദീനിന്റെ കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന ഭാര്യയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നമസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിനോട് നമസ്കരിക്കുക, അല്ലാഹുവിന്റെ മുന്നിൽ പോകേണ്ടവനല്ലേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പോയി നിൽക്കേണ്ടവനല്ലേ, ഖബറിന്റെ അകത്ത് പോയി കിടക്കേണ്ടവനല്ലേ. പടച്ചവരെ, ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു ഗുണം നിന്റെ ഭാര്യക്കുണ്ടോ? അവൾ സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ കള്ളുകുടിയന്മാരെ നന്നാക്കിയ ഭാര്യമാരുണ്ട്, എത്രയോ വ്യഭിചാരികള് അന്യ പെണ്ണുങ്ങളുമായി ഫോൺ വിളിച്ച് വ്യഭിചരിച്ച് നടന്നവർ അവരെ നന്നാക്കിയെടുത്ത
നന്നാക്കിയെടുത്ത എത്രയോ സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ട് സഹോദരാ. പടച്ചവനെ, ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് മോശക്കാരനെയും നന്നാക്കാൻ കഴിയുമല്ലോ. ഏതൊരു നല്ലവനെ പിഴപ്പിക്കാനും പെണ്ണിനെ കൊണ്ട് പറ്റും. ഏതൊരു മോശക്കാരനെ നന്നാക്കിയെടുക്കാനും ഒരു പെണ്ണിനെ കൊണ്ട് കഴിയും. പടച്ചവനെ, വിവാഹം കഴിക്കുമ്പോ നമസ്കരിക്കാത്ത ഭർത്താവ് പടച്ചവനെ ഇന്ന് നമസ്കരിക്കുന്നവനാണ്. അവനെ നമസ്കരിക്കാൻ പഠിപ്പിച്ചത് ഭാര്യയാണ്. കള്ളുകുടിച്ച് നടന്നവനാണ്. അവനെ കള്ളുകുടി മാറ്റാൻ ഒരു ഹോസ്പിറ്റലും കൊണ്ടുപോയില്ല. അവനെ നന്നാക്കി എടുത്തത് അവന്റെ ഭാര്യയാണ്. ലോട്ടറി എടുക്കുന്നവനായിരുന്നു, പലിശക്കെടുക്കുന്നവനായിരുന്നു, അല്ലാഹുവേ ഹറാമ് തിന്നുന്നവനായിരുന്നു. പടച്ചവനെ, ഭാര്യ പറഞ്ഞു കൊടുത്തിക്കാ ഹറാമു വേണ്ട, ഹറാമു വേണ്ട. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിനെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? പടച്ചവനെ, പ്രവാചകൻ അവിടെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. സഹാബി വനിതകളോടാണ് പറയുന്നത്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണ്. തങ്ങൾ സഹാബി വനിതകളോട് പറഞ്ഞു, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, ഞാനായിരിക്കും. എല്ലാ പെണ്ണുങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, ഞാനായിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് ആ പോകുന്ന പെണ്ണില്ലേ, അവൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പുത്തുനബി അവിടെന്ന് കാണിച്ചു കൊടുക്കുമ്പോ പെണ്ണുങ്ങൾ നോക്കുന്നു, ആരാ? ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയാണ്. ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരന്റെ ഭാര്യയാണ്. പടച്ചവനെ, സാധാരണ ഒരു പാവപ്പെട്ട പെണ്ണാണ്. അവളെ നോക്കിയിട്ടാണ് മുത്തുനബി പറഞ്ഞു, അവള് സ്വർഗത്തിലാ. അല്ലാഹുവേ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന സ്വഹാബി വനിതകളുണ്ടല്ലോ, ഇറങ്ങി ഓടുകയാണ്. അവിടെ ചെന്നിട്ട് ചോദിക്കുന്നു, മുത്തുനബി പറഞ്ഞു, നീ സ്വർഗത്തിലാണ്, നീ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മമാണ് ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെയേ ഞാൻ നിസ്കരിക്കുന്നുള്ളൂ. ഒരുപാട് നിസ്കാരമില്ല, ഒരുപാട് സദഖകളില്ല, ഒരുപാട് സൽക്കർമ്മങ്ങളില്ല. പക്ഷേ നീ പ്രത്യേകമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ വിറക് വെട്ടുകാരന്റെ ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? രാവിലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇക്കാ, വൈകുന്നേര സമയത്ത് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ പൈസ കൊടുത്തു വാങ്ങിയ ഭക്ഷണം ഈ വീടിന്റെ അകത്തേക്ക് കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, ഹറാം എന്നെ കൊണ്ട് തീറ്റിപ്പിക്കല്ലേ എന്ന് ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പറയുന്നിക്ക, പിടിച്ചു പറിച്ചതോ മോട്ടിച്ചതോ അല്ലെങ്കിൽ കൈയിട്ട് വാരിയതോ പലിശക്കെടുത്തതോ ഒന്നും ഈ വീട്ടിൽ കൊണ്ടുവരല്ലേ ഇക്ക. പട്ടിണിയാണെങ്കിൽ ഞാൻ കടന്നോളാം, കുഴപ്പമില്ല. ഹറാമിന്റെ പൈസ കൊടുത്ത ഭക്ഷണം എന്നെ കൊണ്ട് തീറ്റിപ്പിക്കരുത്, എൻ്റെ മക്കളെ കൊണ്ട് തീറ്റിപ്പിക്കരുത്. ദുആയ്ക്ക് ഇജാബത്തില്ലാത്ത കാര്യവ, നരകത്തിന്റെ അവകാശിയായി പോകും. അതുകൊണ്ട് ഇക്ക ഉള്ളത് മതി, എനിക്കൊരു പരാതിയുമില്ല എന്ന് ഭർത്താവിന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന പെണ്ണിന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആമിനയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലാഹു അലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയും ഭാര്യമാർ ആമിന ഇല്ലല്ലോ. ഇനി പറയുന്നത് ആമിന ഉസ്താദ് ആ പേര് മാത്രമേ പറയുന്നുള്ളെന്ന് ചിന്തിച്ചു കളയും. അത് അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആമിനാക്കി പണി വല്ലതും ഉണ്ടെങ്കിൽ പറയാം, അത് എന്നെ ഉദ്ദേശിച്ച, എന്നെ മാത്രം ഉദ്ദേശിച്ച അങ്ങനെ അവസാനം എൻ്റെ നെഞ്ചത്ത് കയറണ്ട. അള്ളാഹു ആയിഷ അങ്ങനെ വരുന്ന ആമിന മാറ്റാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ സഹോദര, എത്രയോ നമുക്കറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പെണ്ണ് കെട്ടുമ്പോൾ നിസ്കരിക്കാതെ നടന്ന പള്ളിയും പട്ടവുമായി ഇല്ലാത്ത ഒരുത്തനെ തൻ്റെ ഭാര്യ നന്നാക്കിയെടുത്തില്ലേ? കള്ളു കുടിക്കുന്നവനെ എത്രയോ നന്നാക്കി എവിടെങ്കിലും പോയി കിടന്നിട്ട അല്ല. വീടി വലിക്കണ എത്രയോ ഭർത്താക്കന്മാരെ നന്നാക്കിയ ഭാര്യമാരുണ്ട്. താടി വളർത്താൻ പേടിച്ചിരുന്നവരെയൊക്കെ വളർത്താൻ പഠിപ്പിച്ചില്ലേ? അല്ലാഹുവേ, നന്മകൾ നിസ്കരിക്കുക, നോമ്പൂടിക്കുക, ഖുർആനോദിക്ക, നന്നാവുക പറഞ്ഞു നന്നാക്കിയെടുത്ത എത്രയോ പെണ്ണുങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മ ഉപദേശിക്കുന്ന പെണ്ണ്
കൽപ്പനയല്ല അവൾ നിസ്കരിക്കണം, അതല്ല. തന്റെ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ, തന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദീനിന്റെ കാര്യങ്ങളാണ് ചർച്ച. പെണ്ണെ, പള്ളിയുടെ പണി നടക്കുകയല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലാഹുവേ, ഇന്ന് വാഴ കേട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയോട് ചോദിക്കും, ഇക്കാ പള്ളിയുടെ പണി നടക്കുകയാണ്, എന്തെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ? ഖബറിൽ പോകുമ്പോ രക്ഷപ്പെടണ്ടേ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ പോകണ്ടേ? ഉപദേശിക്കുന്ന ഭാര്യ. ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്ത ഭർത്താവിന് ഞാൻ ഭക്ഷണം വെച്ച് തരൂല. നിസ്കരിക്കാത്ത ഭർത്താവേ, എനിക്കൊരിക്കലും സമാധാനമില്ല എന്ന് വാശി പിടിച്ചു ഭർത്താവിനെ നന്നാക്കുന്ന ഭാര്യ. അടികൊണ്ടാലും കുഴപ്പമില്ല, എത്ര വേദനിപ്പിച്ചാലും കുഴപ്പമില്ല, എന്നെങ്കിലും ഒരു ദിവസം തന്റെ ഭർത്താവ് നന്നാകുമല്ലോ എന്ന് കരുതുന്ന ഭാര്യ. ഭർത്താവും അങ്ങനെ തന്നെയാകണം. റഹിമല്ലാ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു കുടുംബമുണ്ട്, നന്മയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്ന കുടുംബം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പടച്ചവനെ വല്ലാത്ത സമ്പന്നനായി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു കൂരയ്ക്കകത്താണ് മഹാനവറുകൾ കഴിഞ്ഞിരുന്നത്. അതാ വിവാഹം കഴിഞ്ഞ് മണവാട്ടിയായി ആമിന ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയാണ്. ഫാത്തിമ എന്ന പെണ്ണാണ് വീട്ടിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവേ, രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തിരിക്കുമ്പോ മണിയറ മറക്കാൻ കഴിയുമോ? അതിരാത്രി മറക്കാൻ കഴിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീവി ഉണ്ടല്ലോ, മണിയറയ്ക്കകത്ത് കടന്നു വന്നപ്പോ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, ഫാത്തിമ, മണിയറ ഇതല്ല, നീ തെറ്റിദ്ധരിക്കല്ലേ. തന്റെ ഭാര്യ അവിടെ നിന്ന് സംസാരത്തിന്റെ ഇടയില് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് അവിടെ നിന്ന് ആദിരാത്രിയിൽ സംസാരിക്കുമ്പോ ഇത് മണിയറയാണല്ലോ എന്നൊന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഇവിടെയല്ല മണിയറ, ഇതല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുമോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്നെയും നിന്നെയും ഒരു ദിവസം വെള്ള തുണിയിൽ പൊതിയുമല്ലോ, മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, എന്നിട്ട് അവസാനം 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് 2 മലക്കുകൾ വരും. ഫാത്തിമ, 2 മലക്കുകൾ ഖബറിന്റെ അകത്ത് വരും. സാലിഹത്തായ പെണ്ണ്, സാലിഹത്തായ ഭാര്യ കിട്ടിയവര്, സാലിഹായ ഭർത്താവിനെ കിട്ടിയ പെങ്ങള്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മണവാട്ടിയായി മതയാ മണിയറയ്ക്കകത്തിരിക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ എവിടെയെന്നറിയോ? ഖബറിന്റെ അകത്ത് വരുന്ന മുൻകറും നക്കീറും എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിന്റെ അകത്ത് വന്നിട്ട് അവസാനം അവര് പിരിയേണ്ടത് എങ്ങനെയെന്നറിയുമോ? ലംക നൗമത്തിൽ അറൂസ്, പുതിയ ആപ്പള കിടന്നുറങ്ങുന്നത് പോലെ നീ ഖബറിന്റെ അകത്ത് കിടന്നുറങ്ങിക്കോ. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാലിഹത്തായ പെണ്ണങ്ങനാ ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പടച്ചവനെ നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോൾ, നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോ ആരാ ഹല്ലലയാരാ? ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള ചരിത്രമാ. മഹാനായ സ്വഹാബിയാണ് ഹല്ലല റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ കാത്തിരുന്ന് ഒരുപാട് വർഷം കഴിഞ്ഞു. അവസാനം അവിടത്തെ വിവാഹം ഉറയ്ക്കുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുകയാണ്. പടച്ചവരെ, ഹല്ലല റളിയല്ലാഹു തആല അൻഹു അവിടത്തെ ജനാസയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി ചിരിക്കുകയാ, മുത്തുനബി മുഖം തിരിക്കുകയാ. പടച്ചവരെ, സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിക്കാൻ പാടില്ലല്ലോ, കാരണം
ഖബർ കരയേണ്ട സ്ഥലമാണല്ലോ, ഖബർ പേടിക്കേണ്ട സ്ഥലമാണല്ലോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ആ ഖബർ കണ്ടാ കരയണമെന്നാണ്, ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ പേടിക്കണമെന്നാണ്. ഒരു മനുഷ്യന്റെ ഒരു സ്വഹാബിയുടെ ജനാസയാണ്, ഹംദല റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ള ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാ. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ചിരിച്ചത്, എന്തേ നബിയേ ചിരിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത സ്വഹാബാ, ഹല്ലലയെ പെണ്ണുങ്ങൾ കുളിപ്പിക്കുകയാ. അവിടുന്ന് ഷഹീദായ സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ജനാസ അവിടുന്ന് കുളിപ്പിക്കുന്നു സ്വഹാബാ. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയുമോ? അല്ലാഹുവേ, വിവാഹത്തിന്റെ അന്നാണ്, വിവാഹത്തിന്റെ അന്നാണ് യുദ്ധത്തിന് വേണ്ടി പ്രവാചകനും സ്വഹാബത്തും കടന്നു പോകുന്നത്. ആ സമയത്ത് ഹല്ലല റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനും യുദ്ധത്തിന് വരട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, ഇന്ന് നിന്റെ വിവാഹമാണ്. പ്രവാചകൻ ഇവിടുന്ന് നിക്കാഹ് കഴിച്ചു കൊടുത്തു. ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിന്റെ നിക്കാഹ് നടത്തി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന് നിന്റെ ആദിരാത്രിയാണ്, ഇന്ന് നീ നിന്റെ ഭാര്യയുടെ കൂടെയാണ്, നീ യുദ്ധത്തിന് വരണ്ടെന്ന് പറഞ്ഞു. ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ അവിടുന്ന് മണിയറയിലേക്ക് പറഞ്ഞു വിടുകയാ. എല്ലാവരും യുദ്ധത്തിന് പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധത്തിന് പോയി. ഹല്ലല റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിഞ്ഞ് പുതുമണവാട്ടിയുടെ കൂടെ മണിയറക്കകത്ത് കിടക്കുകയാ. രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കിടക്കുകയാണ്. പടച്ചവനെ, രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. ഹല്ലല റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മുതുമണവാട്ടിയുടെ നെഞ്ചത്തിങ്ങനെ കിടക്കുമ്പോ അവിടുന്ന് ഓർമ്മ വരുന്നു, അല്ലാ, യുദ്ധം നടക്കുകയല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം നടക്കുകയാണ്. ആരോ വിളിച്ചു പറയുകയാണ്, അതാ വലിയ ഘോരമായ യുദ്ധമാണ് നടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കളിൽ പലരും അവിടുന്ന് ഷഹീദായി. ഹല്ലല മണിയറക്കകത്ത് കിടക്കുമ്പോഴാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പുതുമണവാട്ടിയുടെ നെഞ്ചത്ത് കിടക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അവിടുന്ന് യുദ്ധത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അല്ലാഹു തആല മണിയറക്കകത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുകയാ. യുദ്ധത്തിന് പോകാൻ തയ്യാറാകുമ്പോ പുതുമണവാട്ടിയാട്, പുതുമണവാട്ടിയാട്, ഒന്നാമത്തെ രാത്രിയാണ്. ഒരു ഭർത്താവിന്റെ ചൂടെന്തെന്നറിയാത്ത ഭാര്യ. അല്ലാഹു തആല അവിടുന്ന് ചാടി എഴുന്നേൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന, പെണ്ണേ, വിധിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നാൽ, ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ ആദ്യം ഞാൻ നിന്റെ മുന്നിലേക്കായിരിക്കും കടന്നു വരുന്നത്. ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാടാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലോ. അല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുത്തെ വാളെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. അവിടുത്തെ വാളെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. പടച്ചവരെ, ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയിൽ നിന്ന് യാത്രയാക്കുകയാ. അവളാ ഭാര്യ, അവളാ സാലിഹത്തായ ഭാര്യ. പടച്ചവൻ
പടച്ചവരെ അങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? നീ ഭാഗ്യവാനാ. നിന്റെ ഭാര്യ സ്വാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വലിയ അശുദ്ധിക്കാരനായിട്ടാ യുദ്ധത്തിന് പോയത്. അവിടുത്തെ മലക്കുകൾ അല്ലാഹുവേ ആ സ്വഹാബിയുടെ ജനാസ കുളിപ്പിക്കുന്നത് കണ്ടിട്ട്, അവിടുത്തെ ജനാസ കുളിപ്പിക്കുന്നത് കണ്ടിട്ടാ മുത്തുനബി അവിടുന്ന് മുഖം തിരിച്ചത്, അവിടുന്ന് ചിരിച്ചതെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ നന്നെ ഉപദേശിക്കുന്ന ഭാര്യ ദീനിന്റെ കാര്യത്തിൽ പടച്ചവരെ ഭർത്താവ് പറയുന്നു നീ സാരി ഉടുക്കാൻ ഇല്ല, ഞാൻ അനുസരിക്കില്ല. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമല്ല. എല്ലാവരും സാരി ഉടുത്തി വയറും കാണിച്ച് മാറും കാണിച്ച് നടക്കുമ്പോ എന്തിനാടി നീ ഫർദ ധരിക്കുന്നത്? എന്തിനാടി നീ ഹിജാബ് ഇടുന്നത്? അവിടെന്ന് പറയണം ഇന്നീ അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയുള്ളത് കൊണ്ടാ. അവിടെന്ന് പറയുന്ന സ്നേഹനിധിയായ ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഭാര്യയാണ് നിനക്ക് ലഭിച്ചതെങ്കിലോ അല്ലാഹുവേ അവൾ സ്വാലിഹത്തായ ഭാര്യയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നല്ല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ചില ഭാര്യമാരുണ്ട്. ഭർത്താവിനെ പരാജയപ്പെടുത്തുന്ന മത്സരിക്കുന്ന ഒരു കുടുംബം. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും ഒരു മകനെയും പരസ്പരം മത്സരിച്ച ഒരു കുടുംബത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ വീട് അങ്ങനെയാക്കി തരണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഭാര്യ, ഭർത്താവ്, മകന് 3 പേരും കൂടെ മത്സരിച്ചു. അങ്ങനെ മത്സരിച്ച ഒരു വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു അങ്ങനെയുള്ള കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു വാപ്പയെ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകന് 3 പേരിൽ ആരാ ജയിച്ചേ നോക്കണം. ഒരു നന്മയ്ക്ക് വേണ്ടി മത്സരിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്തായാലും അത് പറയാതെ ഇന്ന് പിരിഞ്ഞിട്ട് കാര്യമില്ല. അതുകൂടെ കേട്ടിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നറിയില്ല, ഭയങ്കര സത്യത്തിൽ ഈ ശ്വാസം ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഇടികൊണ്ട് എൻ്റെ ഒരു വേദനയുണ്ട് കേട്ടോ. ഇപ്പോഴാ കൂടുതൽ നമ്മുടെ ചങ്ങാതിയൊക്കെ തന്ന ഈ ചങ്ങാതി ഇത്തിരി പച്ചമരുന്ന് തന്നു വിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ ചീര എന്താന്ന് മുരിങ്ങയല്ല തന്നു വിട്ട് അതിനകത്ത് എന്തോ ചെയ്യാം. എൻ്റെ പെണ്ണുമ്പിള്ള എടുത്ത് തോരൻ വെച്ചത് അറിഞ്ഞില്ല. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ തോരൻ ഇക്ക കൊണ്ടുവന്നെയാണ്. സുബ്ഹാനല്ലാഹ്. കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അതറിഞ്ഞില്ല കേട്ടാ, സാധു കേട്ടോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു മകൻ. ആരാ 3 പേരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. മഹദി ഇങ്ങനെ വൈകുന്നേരം രാത്രിയായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാതെ ഇങ്ങനെ നോക്കി നിൽക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനും ബാപ്പയും മകനും കൂടെ, ഭർത്താവും മകനും കൂടെ മുത്തുനബിയുടെ മുന്നിൽ പോയതാ. കാണുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ഇങ്ങനെ ഭർത്താവും മകനും നടന്നു വരുന്നു. ഒരു നിഴല് കണ്ടു. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വലിയ സന്തോഷമായി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും ഇങ്ങനെ നടന്ന് അടുത്തേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ 3-മതൊരു മനുഷ്യൻ കൂടെ ഉണ്ട്. കൂടെ 3-മതൊരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനും കൂടെയുണ്ട്. ഇങ്ങനെ വീടിന്റെ മുന്നിൽ വന്നു, സലാം പറഞ്ഞു. എല്ലാവരും വാപ്പായും മകനും ഇദ്ദേഹം കൂടെ വീടിന്റെ അകത്ത് കയറി. ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ഭാര്യ ചോദിച്ചു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചു, ആരാപ്പ കൂടെ ഒരാളുണ്ടല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണെ, ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വെളിയിലിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുന്നേ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ കൊണ്ടുപോവാ നബിയെ. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാ. പടച്ചവനെ, ഭാര്യ അങ്ങോട്ട് കരയാൻ തുടങ്ങി.
ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു കരയുകയാ. അവിടുന്ന് ചോദിച്ചു, നീ എന്തിനാ കരയണേ? ഭർത്താവിനോട് പറയുകയാ, ഈ മനുഷ്യന് ഏത് ഭക്ഷണം കൊടുക്കാനാ? ഈ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മളെ മകൻ എത്ര ദിവസമായിട്ട് പട്ടിണിയാണെന്നറിയോ? അനസ് എന്ന് പറയുന്ന ഒരു ചെറിയ മകനുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മോന് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റി വെച്ചിരിക്കണ ഈ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീട്ടിലില്ല. എങ്ങനെ ആ മനുഷ്യന് കൊടുക്കാം? സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴാ മോൻ വരണേ. വാപ്പായും ഉമ്മയും കാണുന്നില്ല. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ വാപ്പയും ഉമ്മ ഇരുന്ന് കരയുന്നു. എന്താ ഉമ്മച്ചി കരയണേ? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല, ഈ ഇരിക്കുന്നതേ ഉള്ളൂ, ഇത് നിനക്ക് തിന്നാനുള്ളതാ. അങ്ങനെ മൂന്നുപേരും കൂടെ അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ചയാ. എന്തു ചെയ്യണമെന്നറിയാതെ മൂന്നുപേരും ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, സാലിഹത്തായ പെണ്ണങ്ങനെയാണല്ലോ, അവിടെന്ന് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ. പടച്ചവനെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് സാലിഹത്തായ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് വെക്കാം. മൂന്നുപേരും കൂടെ ഒരു പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് മൂന്നുപേരും കൂടെ ഭക്ഷണത്തിന്റെ ചുവട്ടിലിരിക്കണം. എന്നിട്ട് അനസ് എന്ന് പറയുന്ന ചെറിയ മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന, മോനെ, എന്റെ മകന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, പാത്രത്തിന്റെ അകത്ത് കൈയിടാൻ പാടില്ല. എന്റെ മോൻ എന്ത് ചെയ്യണമെന്നറിയോ? ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് തട്ടിയണക്കണം, എന്നിട്ട് ഇരുട്ടത്തിരിക്കണം. എന്റെ പൊന്നുമകന് ഭക്ഷണം വാരിക്കടിക്കരുത്. വാപ്പ വിളിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ടവനെന്ന് നമുക്ക് ഭക്ഷണം കൊടുക്കാ. അവിടെ ഉമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവനെ, ഭക്ഷണം എടുത്തു വെച്ചു. മൂന്നുപേരും കൂടെ പാത്രത്തിന്റെ ചുവട്ടിലിരുന്നു. അനസ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഉമ്മാനെ നോക്കുകയാ. അവിടെ നിന്ന് ഭക്ഷണത്തിലേക്ക് നോക്കുകയാണ്. വിശക്കുന്നു പടച്ചവര്, വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് എന്ന് പറയുന്ന 10-11 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആ ചെറിയ മകനുണ്ടല്ലോ, എന്താ ഉമ്മ പറയുന്നത് അനുസരിക്കണോ? അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അവസാനം അല്ലാഹുവേ, ആ സ്വാലിഹായ മകനുണ്ടല്ലോ, അവിടെ നിന്ന് വിളക്കങ്ങണയ്ക്കുകയാ, അവിടെ നിന്ന് വിളക്കങ്ങണയ്ക്കുകയാ. എന്നിട്ട് അഭിനയിക്കുകയാ. സഹോദരാ, വാപ്പയും മകനും കൂടെ ഭക്ഷണം കഴിക്കുന്നവരെ പോലെ ഇരുട്ടത്തിരുന്ന് അഭിനയിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്, അവിടെ നിന്ന് ദുആ ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അല്ലാഹുവേ, ആ ഉമ്മയും മകനും ഭർത്താവും അന്ന് പട്ടിണിയാ. മൂന്നുപേരും വിശന്ന് കിടക്കുകയാണ്. മൂന്നുപേരും വിശന്ന് കിടക്കുകയാ. എപ്പോഴോ ഉറങ്ങിപ്പോയി. അവസാനം അല്ലാഹുവേ, സുബഹിന്റെ ബാങ്ക് കേൾക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ചാടി എഴുന്നേക്കുകയാ ഉമ്മു സുലൈം. മകനെ വിളിച്ചുണർത്ത് പള്ളിയിൽ പോകാറ്. അല്ലാഹുവേ, അവിടെ നിന്ന് പെട്ടെന്ന് തയ്യാറായി കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന മകന്റെ ചാരത്ത് വന്നിട്ട് വാപ്പ വിളിക്കുന്നു, മോനെ, പള്ളിയിൽ പോകാമോരെ? വാപ്പാ, ശരീരം തളരുന്നു വാപ്പാ, നടക്കാൻ കഴിയുന്നില്ല വാപ്പാ. വാപ്പ പറഞ്ഞു, മോനെ, എന്റെ ചുമലിൽ കേറിക്കോ, എന്റെ ചുമലിൽ നിന്നെ ഇരുത്തിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ ചുമലിൽ ഇരുത്തിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഐന അബൂ തൽഹ? അബൂ തൽഹ എവിടെ? അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, തൽഹാ, ഇന്നലെ
ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നടന്ന വിരുന്നുണ്ടല്ലോ, അല്ലാതെ ഇഷ്ടപ്പെട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിന്റെ അകത്ത് നടന്ന രഹസ്യം എങ്ങനെയാണ് അറിഞ്ഞത്? റസൂലുള്ളാഹ് പറഞ്ഞു, അബൂ തൽഹ, ഞാൻ മാത്രമല്ല നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കടിക്കാനുള്ള ഭക്ഷണം മറ്റൊരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കാണാ. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് അബൂ തൽഹ, ആ ഭാര്യയും ഭർത്താവും മകനും കൂടെ മത്സരിച്ച് കിടക്കുകയാണ്. ഇവര് മൂന്നുപേരും ഉള്ള ഭക്ഷണം ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഇവര് വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് മുത്തുനബി പറയുമ്പോ, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി. ഇന്നലെ ആകാശം കടന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്രിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങിയെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇവരിൽ ആരാണ്? പടച്ചവരെ, വിശക്കടന്ന് കിടക്കുന്ന ഭർത്താവ്, അതാ ഭക്ഷണം കൊടുക്കാൻ വഴി പറഞ്ഞു കൊടുത്ത ഭാര്യ, പട്ടിണി കിടക്കുന്ന ഉമ്മ പറയുന്നത് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാതെ വിളക്കണച്ചിട്ട് പട്ടിണി കിടന്ന് അനസെന്ന് പറയുന്ന പൊന്നുമോ. അല്ലാഹുവേ, അതല്ലേ കുടുംബം? അങ്ങനെയല്ലേ കുടുംബമാകേണ്ടത്? അതിനാണ് സഹോദരാ കുടുംബമെന്ന് പറയുന്നത്. ഇവരാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ ചാരുകസേരയിൽ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറയുന്ന, അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറയുന്ന പടച്ച റബ്ബേ, കാണുന്നവര് മുഴുവനും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് എന്ന് ചോദിക്കുന്ന കുടുംബമാവണോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പരസ്പരം സ്നേഹിക്ക്, പരസ്പരം വിശ്വസിക്ക്, ചതിയും വഞ്ചനയും കാണിക്കാതെ അല്ലാഹു തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അത് സന്തോഷിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിക്കും മുസ്ലിമേ. അല്ലാതെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭർത്താവ് പുറത്തു പോകുമ്പോൾ കാമുകനെ വിളിക്കുന്നവർ, ചാറ്റ് ചെയ്യുന്നവർ, ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നവർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവർ, അല്ലാഹുവേ, ഭർത്താവ് വരുമ്പോ നല്ലവനെ പോലെ അഭിനയിക്കുകയാ. പടച്ചവനെ, ഭാര്യ എങ്ങനെയാണ്? ഭർത്താവ് നേരെ തിരിച്ചാണ്. പടച്ചവരെ, വെളിയിലിറങ്ങിയാൽ മോശമായ ഫോട്ടോകൾ ഷെയർ ചെയ്യുകയാണ്, അവിടെ ഫോൺ വിളിക്കുകയാണ്, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയാണ്. വീടിന്റെ അകത്ത് കടന്നു വരുമ്പോ മൊബൈലിലെ മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതാ ഭർത്താവും ഭാര്യയും മൊബൈൽ വരെ പരസ്പരം ലോക്കിട്ട് വെക്കുന്ന കാലവാ. അല്ലാഹുവേ, ഭർത്താവ് ഫോൺ എടുത്താൽ ഭാര്യ ദേഷ്യപ്പെടുന്നു. ഭാര്യ എങ്ങാണം ഭർത്താവിന്റെ ഫോണിൽ തൊട്ടാ പടച്ചവരെ കുടുംബകലഹമാ. എല്ലാം മറച്ചു വെക്കുന്നവരാകുന്നു, പരസ്പരം തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കുടുംബജീവിതത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുണ്ടാകണം, അവിടുന്ന് സ്നേഹമുണ്ടാകണം. മക്കളെ നല്ലതുപോലെ സ്നേഹിക്കാൻ പഠിക്കണം. എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ
ഇന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു കരയുന്നു, ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ പത്രത്തിലെടുത്ത് നോക്ക്. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ വാട്സപ്പിലെ ഒരു ചെറുപ്പക്കാരന്റെ സഹോദരനാട് അല്ലാഹുവേ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആഴ്ചകളെ ആയുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസം, വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസമേ ആയുള്ളൂ. അല്ലാ, ഭാര്യയും ഭർത്താവും കൂടെ പടച്ചവനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴല്ലോ എതിരെ വന്ന ടാങ്കർ ലോറിയുടെ മുന്നിലേക്ക് പെട്ടുപോയിട്ട് ടയറിന്റെ അടിയിൽ കിടന്ന് രണ്ടുപേരും ആ നട റോഡിൽ കിടന്നു ഭാര്യയും ഭർത്താവും. അല്ലാഹുവേ, രണ്ടുപേരും അവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ സഹോദരാ, ജീവിതത്തിന് ഇത്ര വരെയല്ലേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസം ജീവിച്ച ഭാര്യയും ഭർത്താവും ഒരുപോലെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവേ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, കബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ. ഇത്രയേ ഉള്ള സഹോദരാ, ഇത്രയേ ജീവിതത്തിന് വിലയുള്ളൂ. പടച്ചവനെ, എന്റെ ഒരു കൂട്ടുകാർ പടച്ചവനെ മലപ്പുറത്തുള്ളതാണ്, ഇന്ന് രാവിലെ വിളിച്ചിട്ട് കരയുന്നു, ഉസ്താദേ എന്റെ കൂടപ്പുറപ്പിന് വേണ്ടി ദുആ ചെയ്യണേ. പച്ചക്കറി കച്ചവടം നടത്തുന്നവനാണ്. അല്ലാഹുവേ, ഇന്ന് പോകാൻ ഇത്തിരി താമസിച്ചു പോയി. അവൻ ബൈക്ക് എടുത്തുകൊണ്ട് വെളുപ്പാകാലത്ത് പോകുമ്പോ കോട്ടയ്ക്കലിന്റെ പരിസരത്ത് വെച്ച് റോഡിൽ ഒരു ലോറി മറിഞ്ഞു കിടന്നു. ലോറി പടച്ചവനെ റോഡിലേക്ക് മറിഞ്ഞു വീണു. അവൻ കണ്ടില്ല. ബൈക്ക് നേരെ തൊട്ടു പുറകിൽ പോയി ഇടിക്കുകയാണ്. അവസാനം അതിനകത്തിരുന്ന 3 പേര് ചില്ല് തല്ലി പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോ വണ്ടിയുടെ പുറകിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ ഐശുവിലാണ്. കരുണക്കടലായ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. ജീവിതം ഇത്രയേ ഉള്ള സഹോദരാ, ഒന്ന് പൊരുത്തം ചോദിക്കാൻ, ഒന്ന് യാത്ര പറയാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാണ്, എന്റെ ഭാര്യമാരോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പൊരുത്തം ചോദിക്കാതെ ഉറങ്ങല്ലേ. പരസ്പരം പൊരുത്തം ചോദിക്കാതെ ഉറങ്ങരുത്. എല്ലാ ഭർത്താവും എല്ലാ ഭാര്യമാര് പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കും, എനിക്ക് പൊരുത്തം തരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവളെന്തിനാ പൊരുത്തം ചോദിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പൊരുത്തം ചോദിക്കുന്നത് ഒരു നല്ല പെണ്ണിന്റെ അടയാളമാ. കാരണം ഒരു പെണ്ണിനെ സ്വർഗം വേണോ? റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയിട്ടാണോ മരിക്കുന്നത്? ദഖലൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നല്ല പറയുന്നത്, അവൾക്ക് സ്വർഗം കിട്ടുമെന്നല്ല പറഞ്ഞത്, അവൾ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്. റസൂലുള്ള പറയുകയാ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളും കിടക്കുമ്പോ പൊരുത്തം ചോദിക്കണേ. കാരണം ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്ക് കിട്ടിയാലേ അവള് സ്വർഗത്തിൽ പോകൂ. അതുപോലെ തന്നെയാണ് തിരിച്ചും, നിനക്കും പൊരുത്തം വേണ്ട. 10-20 കൊല്ലം കൂടെ ജീവിച്ച പ്രിയപ്പെട്ട ഭാര്യയുടെ പൊരുത്തം നിനക്ക് കിട്ടിയില്ലെങ്കിൽ, അങ്ങനല്ലേ ഭാര്യ എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കും. കാരണം ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. അപ്പോ നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിലോ കെട്ടിയ പെണ്ണിനെ വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് തല്ലി ചതയ്ക്ക, കള്ളുകുടിച്ച് പെണ്ണ് പിടിച്ചിട്ട് നീ അവിടെ കടക്കടി. പെണ്ണുസ്താദ് ഭർത്താവിനോട് പറയിക്ക, കള്ളുകുടിയനും മുതുകുടിയൻ, നിസ്കാരമില്ല ഒന്നുമില്ല, വീട്ടിൽ കയറി ചെന്നിട്ട് ഭാര്യയെ തല്ലുകയാ, കണ്ടവളുമാരുമായിട്ട് കറങ്ങി നടക്ക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടവൻ പറയാ, എന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാവുന്ന. നാണം വേണവടാ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നവർ. എങ്കിലും സഹോദരാ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ തിരിച്ചും അങ്ങോട്ടും ഇങ്ങനെ തന്നെ. നമ്മുടെ ഭാര്യയുടെ പൊരുത്തം നമുക്ക് വേണം. നമ്മുടെ കൂടെ കടന്നവരുടെ പൊരുത്തം നമുക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും? നമ്മുടെ ഭാര്യയുടെയും പൊരുത്തം, തൃപ്തി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം തുഅമ്മീലു ഫിദ്ദുന്യാ തവീലൻ വലാ തദിരീ
إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണ്. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു. രാവിലെ കണ്ടവനെ വൈകിട്ട് കാണുന്നില്ല, രാത്രി കടന്നവനെ രാവിലെ എഴുന്നേക്കുന്നില്ല. അതുകൊണ്ട് സഹോദരാ, മരണം എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് പരസ്പരം പൊരുത്തം ചോദിച്ച്, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പരസ്പരം പൊരുത്തം ചോദിച്ച് നിന്റെ തൃപ്തി കിട്ടിയവരായ രീതിയിൽ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ.